അതെ, സമയം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് ബാവുച്ചേൻ്റെ തട്ടുകടയിലാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റൊക്കെ പിടിച്ച് അക്ഷമയോടെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്തു. പുട്ട്, പൊറോട്ട, ദോശ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കറി അതൊന്നും മാത്രമാണ് കേട്ടോ ഉള്ളത്. കാരണം നമ്മൾ കുറച്ചധികം വൈകിപ്പോയല്ലോ, അതുകൊണ്ട് ബീഫ് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ ബാവുച്ചേട്ടൻ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങാനും നമ്മൾ ആർത്തി പിടിച്ച് കഴിച്ച് നമ്മുടെ തൊണ്ടയിലെങ്ങാനും കുടുങ്ങിയാലോ എന്ന് വിചാരിച്ചായിരിക്കണം. എന്താണെങ്കിൽ സായൂട്ടിൻ്റെ പൊറോട്ട എത്തി. ഞാനും അക്കും പുട്ട് ഓർഡർ ചെയ്ത്, നാത്തൂനും എൻ്റെ ഹസ്ബൻഡും ദോശയും സാമ്പാറുമാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അങ്ങനെ ഞങ്ങളുടെ ആവി പറക്കുന്ന പുട്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ പുട്ടും ബീഫും. വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും പുട്ടിനോട് ഇത്രയും പ്രിയമില്ലെങ്കിലും എന്താണെന്നറിയില്ല, പുറത്തോട്ട് ഇറങ്ങിയാൽ എനിക്ക് പുട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. എന്താണെങ്കിൽ നല്ല കിടിലൻ പുട്ടും ബീഫ് ഫ്രൈ എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു പിടി പിടിച്ച് കുരുമുളകൊക്കെ ഇട്ട് എണ്ണയിൽ നല്ല വരട്ടിയെടുക്കുന്ന നല്ല ബീഫൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് കഴിക്കാനുള്ള ഭാഗ്യം നമുക്കിന്ന് എന്തായാലും ഇല്ല കേട്ടോ. അതെല്ലാം തീർന്നു പോയി, കാരണം നമ്മൾ കുറച്ചധികം വൈകിയല്ലോ. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ നാത്തും ഈ ഒരു ദോശയിലും സാമ്പാറിലും അങ്ങ് ഒതുക്കി. അരവിന്ദേനാണെങ്കിൽ ഒരു ബുൾസയൊക്കെ കഴിച്ച് ബാവുച്ചേൻ്റെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.